അദ്ദേഹം കാലത്തിടന്ന് പോയതാ. ചെക്ക് മടങ്ങിയോ? മടങ്ങാൻ വഴിയില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ മാനേജരാ, അപ്പു നായർ. അപ്പു. ഓ, വന്നാൽ അങ്ങോട്ട് വിളിക്കാൻ പറയാം. വരൂ. അപ്പു അപ്പു പുറത്തു പോയിരിക്കുക. വരൂ, ഇരിക്കൂ. അപ്പു പറഞ്ഞിരിക്കുമല്ലേ, ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക, ആരും ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഫോട്ടോസ് വല്ലതും കയ്യിലുണ്ടോ? മനസ്സിലായില്ല. അല്ല, ഫോട്ടോസ് കണ്ടാൽ ഏകദേശം രൂപം കിട്ടും. ഞാൻ പടത്തിൽ അഭിനയിക്കാൻ വന്നതല്ല, അപ്പുനെ കാണാൻ വന്നതാണ്. അപ്പുവായിട്ട് എന്താ? ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. വെറും? ഓ, അപ്പുവിന്റെ ഗേൾ ഫ്രണ്ട് ആണല്ലേ? ആ ആ, കുറച്ചു നേരമായോ വന്നിട്ട്? ഇതാ ഇപ്പൊ വന്നേ ഉള്ളൂ. അപ്പു ഒരു കാര്യം ചെയ്യ്, ആ ചായ ഒരു 3 ആക്കി ഒഴുക്കി. ഞാൻ ഇപ്പോ വരാട്ടോ. എന്റെ മുഖത്ത് നോക്കൂ. മാനേജർ കം അക്കൗണ്ടന്റ് അല്ലേ? അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി. അപ്പോ ശമ്പളം എത്രയെന്നാ പറഞ്ഞ? 1000 രൂപ അല്ലേ? അപ്പോ ഒരു സത്യമെങ്കിലും പറയൂ, കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാ. എത്ര ശമ്പളം? സത്യം പറയാലോ, 750 രൂപയുള്ളൂ. തൽക്കാലം മറ്റു നിവൃത്തിയില്ലാത്തോണ്ടാ. അപ്പോ ഞാനിതൊന്നും അറിയില്ല എന്ന് വിചാരിച്ചു അല്ലേ? ഇനി ഞാൻ പറയട്ടെ, അപ്പന് എത്ര ശമ്പളം എന്ന്? വേണ്ട. എന്നാ അപ്പു തന്നെ പറയൂ. എന്നോട് ദേഷ്യം തോന്നരുത്. 300 രൂപയാണ് ശമ്പളം. വിശ്വാസമില്ല, ചോദിക്കാം. അമ്മണിക്കുട്ടി എന്തോ ഒന്നും മിണ്ടാത്തത്? ഇങ്ങനത്തെ ഒരാളുടെ കൂടെ ജോലി ചെയ്യാൻ നാണാവൂല്ലേ? അമ്മണിക്കുട്ടി പറയുന്നത് ശരിയാണ്. ഞാൻ ഇന്ന് ഈ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഒരു 200 രൂപ ശമ്പളമുള്ള ജോലി വാങ്ങിച്ചു തരാൻ അമ്മണിക്കുട്ടിക്ക് പറ്റുമോ? ഞാൻ സന്തോഷമായിട്ട് ചെയ്യാം. എടാ, സ്വന്തം കാലിൽ നിന്നിട്ട് വേണം വല്ല പെമ്പിളുടെയും വായിൽ നോക്കി നടക്കാൻ. ആ പണിക്കസാറിന്റെ കൈയും കാലും പിടിച്ചാൽ ജോലി ഒപ്പിച്ചതായിരുന്നു. ഒപ്പിച്ചതാണെങ്കിൽ എനിക്ക് തന്നെ കിട്ടണ്ടല്ലേ? അതെങ്ങനാ? ആ പെണ്ണിനെ കണ്ടോടുകൂടി നാക്കിറങ്ങി പോയില്ലേ? അത് പിന്നെ ആരാണെങ്കിലും അങ്ങനല്ലേ സംഭവിക്കുള്ളൂ. അത് ആരുടെ കുറ്റാ? ആരുടെ കുറ്റാ? നേരത്തെ നോണ പറഞ്ഞു പിടിപ്പിക്കും ആലോചിക്കണായിരുന്നു. നേരത്തെ ഇങ്ങനെ വരുമെന്ന് ചോദിച്ചിട്ടാണ് നമ്മള്. ചെറിയ നുണവലത് വരുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു അല്ലേ അപ്പു? ഇപ്പൊ ഉള്ളത് പറഞ്ഞതാ കുഴപ്പമായത്. ഒരു ദുർബല നിമിഷത്തിൽ സത്യം പുറത്തു വന്നു പോയതാ. ഈ പറഞ്ഞ ഒരു സത്യമാണ്. സുജാത, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എനിക്ക് ഈ സ്ത്രീകളുടെ മനഃശാസ്ത്രം വലിയ പിടിപാടില്ലാത്തോണ്ട് ചോദിക്കുക. എന്റെ ഈ ദയനീയാവസ്ഥയുടെ സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിനെ വെറുക്കുവോ? അപ്പുക്കുട്ടാ, നിനക്ക് സ്ത്രീകളുടെ മനഃശാസ്ത്രമല്ല സർവ്വശാസ്ത്രങ്ങളും അറിയാം. പക്ഷെ എവിടെയോ കാര്യമായ ഒരു ചുഴുക്കുറ്റമുണ്ട്. തലയിലെഴുത്തേ. എന്തെഴുത്തായാലും മനുഷ്യന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു കാര്യമില്ല. അല്ല, പോകുന്നില്ലയോ? ഓ, ഞാനിപ്പോ എവിടെ പോവാനാ? നീ പോയിട്ട് വേണം ഞാക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ. നൈറ്റ് ഡ്യൂട്ടി ഇല്ലേ? ഇവിടെയാ നൈറ്റ് ഡ്യൂട്ടി. എന്നാ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട്? ഒന്നുമില്ല, ഇവിടെ പറഞ്ഞു. അല്ല, സുജാത ഞങ്ങളങ്ങ് പറഞ്ഞാന്നേ. ആണോ? ശരി. എന്റെ അമ്മോ. അപ്പു, അപ്പു, ഒരു സ്ത്രീ ഫോണിൽ വിളിക്കുന്നു.
ഒരു സ്ത്രീ ഫോണിൽ വിളിക്കുന്നു. രാവിലെ മനുഷ്യനെ മനക്കുന്നു. ഹലോ, ആ അപ്പുവാണ്. അമ്മണിക്കുട്ടിയാണോ? എവിടുന്നാ? ഹോസ്റ്റലിൽ നിന്നാ. ഇന്നെന്താ വളരെ ബിസിയാണോ? കളിയാക്കല്ലേ അമ്മണിക്കുട്ടി? ഉദയൻ തിയേറ്ററിൽ മോർണിംഗ് ഷോയ്ക്ക് 2 ടിക്കറ്റ് എടുക്കൂ. ഞാൻ വിചാരിച്ചു അമ്മണിക്കുട്ടി എന്നോട് പിണങ്ങിന്ന്. ഹേയ്, അത് അപ്പോഴേ മറന്നു. ആ, ഞാൻ തിയേറ്ററിൽ വരാം. ടിക്കറ്റ് എടുത്ത് ഞാൻ കാത്തു നിൽക്കാം. ഓക്കെ. എന്റെ അമ്മാവന്റെ മകനാണ് മോഹൻദാസ്, കോളേജ് ലെക്ചറാണ്. ഇത് അപ്പു, എന്റെ ഫ്രണ്ടാണ്. ഞാൻ 2 ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. 2 മതിയല്ലോ. അല്ല, അപ്പൊ പുള്ളിക്കാരന്റെ സിനിമ കാണണ്ടേ? വേണം. ഞാൻ പടത്തിന് വരുന്നില്ല, എനിക്ക് ഓഫീസിൽ പോകണം. ദാസേട്ടനാണെങ്കിൽ ഇവിടെ തീരെ പരിചയമില്ല. പിക്ചർ കഴിഞ്ഞിട്ട് ഒന്ന് ഹോട്ടലിൽ കൊണ്ടുവിടണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പുള്ളി പടം കാണട്ടെ, ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. പിന്നെ ഞാൻ വന്ന് പിക്കപ്പ് ചെയ്തോളാം. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ലീവ് എടുക്കാം. ഞാനും ദാസേട്ടനും കൂടെ പടം കണ്ടോളാം. അപ്പൊ അമ്മണിക്കൂട്ടി ഒരു ലീവ് വെറുതെ കളയണ്ടേ? അത് വേണ്ട, ഞാൻ കൂടെ കുടിക്കോളാം. എന്നാ ശരി, ഞാൻ പോട്ടെ. ആ അമ്മണിക്കുട്ടി, കർച്ചീഫ് ഉണ്ടോ? കൈ വെച്ചോളൂ. പേഴ്സ് എടുത്തിട്ടുണ്ടല്ലോ. ശരി. പക്ഷേ പടം നടക്കാറായി. പടം 5:80. വേണ്ട, ഞാൻ കൊടുക്കാം. ഓ, என்ன சார் 6 ரூபா? പോതും അയ്യാ, മതി മാഷേ. 130. വരൂ. വരൂ. വളരെ പ്രതീക്ഷയോട് കൂടിയാ ഞാൻ ഈ സിനിമ കാണാൻ പോയത്. പക്ഷേ ശരിയായില്ല. വെറും ഒരു സാധാരണ സിനിമ, സാധാരണക്കാരന്റെ വികാരങ്ങൾ വിറ്റ് കാശാക്കുന്ന ഈ ഏർപ്പാട് നമ്മുടെ സിനിമയിൽ എപ്പോഴാണോ അവസാനിക്കുക? മിസ്റ്റർ അപ്പുവിന് എന്ത് തോന്നി? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പടം ഒരു ഇതില്ല. ഈ സിറ്റിയില് നല്ല പടങ്ങളൊന്നും വരാറില്ലേ? വരാറുണ്ട്. അവസാനമായിട്ട് റിലീസ് ചെയ്ത ക്ലാസ് പടം ഏതാ? മുന്താനെ മുടിച്ച്. മുന്താനെ മുടിച്ച്. അതൊരു ക്ലാസ് പടമാണല്ലേ? പിന്നെ ഞാൻ കണ്ടില്ല. കേരളത്തിൽ റിലീസ് ആയിട്ടുണ്ടാവില്ല? ഓ, ഉണ്ടാവും. ഞാനങ്ങനെ തിയേറ്ററിൽ പോയി പടങ്ങളൊന്നും കാണാറില്ല. ക്ലാസ് ഫിലിംസ് മാത്രം കാണാനായിട്ട് ഞങ്ങളൊരു ഫിലിം സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. മൈക്കലാഞ്ചലോ അന്റോണിയോണിയുടെ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഈസ് എ വെരി ഗുഡ് ഡയറക്ടർ. അപ്പു മൈക്കലാഞ്ചലോന്റെ പടങ്ങളൊന്നും കണ്ടിട്ടില്ലേ? ഇല്ല. ഒറ്റപ്പടം കണ്ടിട്ടില്ല. മാഷ എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? ഇവിടെ എത്ര ദിവസം ഉണ്ടാവും മാഷ? 1 മാസത്തേക്കാ കോഴ്സ്. എന്ത് കോഴ്സ്? ഞാൻ പറഞ്ഞില്ലേ, അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫിലിം അപ്രീസിയേഷൻ കോഴ്സ്. നിറയെ ക്ലാസ് പടങ്ങൾ കാണാം. നിങ്ങളുടെ ഫിലിം സൊസൈറ്റി റെപ്രസെന്റ് ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോ ഫാമിലിയെ കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു ഹാപ്പി ട്രിപ്പ് ആയിരുന്നേനെ. ഫാമിലിയോ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് കല്യാണം കഴിക്കേണ്ട പ്രായം കടന്നുപോയി എന്ന് മിസ്റ്റർ അപ്പുവിന് തോന്നുന്നുണ്ടോ?
ഞാനിവിടെ വന്നതിന്റെ പിന്നിൽ വേറെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട് മിസ്റ്റർ അപ്പു. അതെന്താ? കല്യാണക്കാര്യം തന്നെ. അമ്മണിക്കുട്ടിയുടെ പാരന്റ്സിന്റെ ഹിസ്റ്ററി ഒക്കെ ഏറെക്കുറെ മിസ്റ്റർ അപ്പു പറഞ്ഞു കാണുമല്ലോ. അത് സോൾവ് ചെയ്യാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ മിസ്റ്റർ അപ്പു. ഞാൻ അമ്മണിക്കുട്ടിയെ കെട്ടണം. എനിക്ക് അതിഷ്ടമാണ്, അമ്മണിക്കുട്ടിക്ക് ഇഷ്ടമായിരിക്കും. അതൊക്കെ ഒന്ന് സംസാരിച്ച് തീരുമാനിക്കണം. ഇപ്പോഴേ നീണ്ടുപോയി എന്നൊരു തോന്നലുണ്ട്. മിസ്റ്റർ അപ്പു എന്ത് പറയുന്നു? നാളെ വരാം മാഷെ. ചായ കുടിച്ചിട്ട് പോകാ അപ്പു. ഇത്തിരി തിരക്കുണ്ട്, പിന്നെ വരാം. കാണണം. കാട്ടുപോത്തു കരടി കടുവകൾ നേർക്കു വന്നപ്പോൾ ഞങ്ങൾ കൂർത്ത കല്ലുകളോങ്ങി നിങ്ങളെ കാത്തുകൊണ്ടില്ലേ? ഈയിടെയായി മാഷൊന്നും എഴുതാറില്ലേ? ഞാനങ്ങനെ ഒരു കവിയൊന്നുമല്ല. വല്ലപ്പോഴും മനസ്സുഖത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് കുത്തിക്കുറിക്കുമെന്നല്ലാതെ. അതൊന്നുമല്ല, ചിലതൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമായി. എന്തിനാണ് ഇവരുടെ മോശം പറയുന്നത്? നിനക്കെന്തറിയാം കവിതയെ പറ്റി? ആട്ടെ, എന്റെ ഏത് കവിതയാണ് മാലതിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? പലതും. എങ്കിലൊരു 4 വരി ചൊല്ലി കേൾക്കട്ടെ. അയ്യോ, ചൊല്ലാനൊന്നും എനിക്കറിയില്ലേ. 130 ആൾ இருக்கா? இல்லையே, வெளியில போயாச்சு. എത്ര മണിക്ക് പോണത്? 5 மணிக்கு வந்துட்டு போனாங்க, அப்புறம் வரல. പോവാ. അമ്മിണിക്കുട്ടി അമ്മിണിക്കുട്ടി നാട്ടിൽ നിന്ന് കളിക്കാൻ്റെ പുറത്തേക്ക് പോയല്ലോ. വരട്ടെ. ആ. വരട്ടെ. சார், என்ன விட்டுருங்க, கொஞ்சம் வெயிட் பண்ணு. அதெல்லாம் முடியாது. என்ன இது? அட முடியாதுன்னு. ஆ. 130 ஆள் வந்தாச்சா? வந்தாச்சு சார். கூட வேற யாராவது இருக்கா? அது தெரியல சார். അപ്പോ ഇരിക്കൂ. മാഷ് വൈകുന്നേരം അവിടെ പോയിരുന്നു? ഞാൻ അമ്മണിക്കുട്ടിയുടെ കൂടെ ഒന്ന് പുറത്തു പോയിരുന്നു. എന്തിനാ? വൈകുന്നേരം വന്നിരുന്നു, പക്ഷെ മാഷ കണ്ടില്ല. ഇതെന്താ മാഷെ? ഞാനൊരു കവിയല്ലേ മിസ്റ്റർ അപ്പു. കലാകാരൻ ദുർബലനാണ്. ഞാൻ ഒരു ദുർബലനാ മാഷെ. നമുക്കിടയിൽ എന്തിനാ ഒരു മറ? വെല്ലുവാനാമോ നിന്നെ
സർവവും തൃണമാക്കും ചില്ലു ഗ്ലാസിലെ മന്ദസ്മിതമേ ദൗർബല്യമേ വിളക്കി ചേർക്കുന്നു നീ ദുർബല വികാരമേ മനുഷ്യൻ തകർക്കുന്ന ബന്ധബന്ധനങ്ങളെ. എന്ത് ചേർക്കുന്ന? വിളക്കി ചേർക്കുന്നു നീ. ഓ, വിളക്കി ചേർക്കുന്ന. ആ. വിളക്കി ചേർക്കാൻ ഇവൻ മാഷ് സ്റ്റൈലായിട്ടൊന്ന് വിളക്കി ചേർത്തട്ടെ. ഞാനങ്ങനെ കഴിക്കാറില്ല. ഓ പിന്നെ അടി അത്തെ. എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ദൗർബല്യങ്ങളുണ്ട്. അപ്പോ ഞാനിന്ന് അമ്മണിക്കുട്ടിയെ കണ്ടു, സംസാരിച്ചു. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല അമ്മണിക്കുട്ടി. നമ്മൾ എന്ന് പറഞ്ഞാൽ അപ്പുവിനെ ഒരു അന്യനായിട്ടല്ല ഞാൻ കരുതിയിട്ടുള്ളത്. നമ്മൾ വിചാരിച്ച പോലെ അല്ല അമ്മണിക്കുട്ടി. മാഷ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അമ്മണിക്കുട്ടിയുടെ മനസ്സ് എനിക്ക് പിടികിട്ടുന്നില്ല. അപ്പോ ഒരു സ്ത്രീയുടെ മനസ്സത്ര പെട്ടെന്നൊന്നും നമുക്ക് പിടികിട്ടാൻ പോകുന്നില്ല മാഷേ. ഈ പ്രശ്നത്തിൽ അപ്പുവിന്റെ സഹായ സഹകരണങ്ങൾ എനിക്കുണ്ടാവണം മിസ്റ്റർ അപ്പു. തീർച്ചയായും മാഷേ, അതുണ്ടാവും. വേണ്ട. ആ. ആ ഇവിടെ ഞങ്ങളുടെ ഓഡിറ്ററെ ഒന്ന് കാണാൻ വന്നതാ. ആ അപ്പൊ ഇന്നലെ ദാസേട്ടൻ എടുത്ത് പോയിരുന്നു അല്ലേ? ദാസേട്ടൻ കാലത്ത് ഓഫീസിൽ വന്നപ്പോ പറഞ്ഞു. തലപരിചയം ഇല്ലാത്ത ഇയാളെങ്ങനെ ഓഫീസിൽ തപ്പി പിടിച്ചു വന്നത്? ആ ഞാൻ പറയാൻ വിട്ടു, ദാസേട്ടന് സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ അപ്പൊ ഒന്ന് സഹായിക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ കൂടെ പോണ്ടി വരും. അയ്യോ അത് വേണ്ട, എവിടെ വേണേ കൊണ്ടുപോകാം. ഈ മാഷ് ഒരു പ്രത്യേക ടൈപ്പാണല്ലേ മോഹൻദാസേ? അതെന്താ അങ്ങനെ തോന്നാൻ? ഒന്നുമില്ല, പുള്ളിക്കൊരു 40-40 വയസ്സായിട്ടുണ്ടാവും അല്ലേ? 40? ഹേയ്, ഒരു 31-32 വയസ്സേ ഉണ്ടാവും. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. പക്ഷെ കണ്ടാ അത് കൂടുതൽ തോന്നിക്കും. ചിലപ്പോ അയാളുടെ ആ ഒരു പഴഞ്ചൻ സ്റ്റൈൽ കൊണ്ടായിരിക്കും അല്ലേ? പഴഞ്ചനും തന്നെ ദാസേട്ടൻ ഒരു പക്വത എന്ന മനുഷ്യനാണെന്ന് മാത്രമേ ഉള്ളൂ. കോളേജിലൊക്കെ പഠിക്കുമ്പോ ആരായിരുന്നു ദാസേട്ടൻ? ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ ദാസേട്ടൻ MA ആയിരുന്നു. ദാസേട്ടന്റെ കവിത എന്ന് പറഞ്ഞ പെൺകുട്ടികൾക്കൊക്കെ ഒരു ഹരമായിരുന്നു. അപ്പോ പുള്ളിക്കാരനും ഏകദേശം എന്നെ പോലെ തന്നെ ആയിരുന്നു എന്നുവെച്ചാ? ഞാനത് പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല. ഒരു കാലത്ത് എന്റെ കവിതകൾ പാടി നടക്കുക എന്ന് പറയുന്നത് കോളേജിലെ പെൺകുട്ടികൾക്കിടയിൽ ഒരു ഫാഷനായിരുന്നു. നിമിഷകവി എന്നൊരു പേരും കിട്ടി. എന്നിട്ട് ഇപ്പൊ എഴുതാറില്ലേ? എന്തെങ്കിലും തൊഴിലും പണിയുള്ളവർക്ക് ഇതൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുമോ? ഈ കവിത എഴുതുന്നവരൊക്കെ ഒരുതരം ദരിദ്രവാസികളാ. അപ്പോ ദാസേട്ടനൊക്കെ ആ ഗ്രൂപ്പാണെന്നാ പറയുന്നത്? എന്നല്ല, പുള്ളിക്കാരനെ പറ്റിയല്ല, പൊതുവെ. ഹലോ, അലവലാദികളാ, എപ്പ കണ്ടാലും കാശ് ചോദിക്കും. അമ്മനെക്കുട്ടി വെക്കും. നല്ല പാർട്ടീസാ, എപ്പ വന്നാലും വീട്ടിലുണ്ടാവില്ല. എപ്പോ വന്നു? എത്ര പ്രാവശ്യം വന്നു? ആ ഡപ്പസെറ്റ് കൊണ്ടായിരിക്കും വന്നത്. അന്ന് റോഡിൽ വെച്ച് കണ്ടപ്പോ താനെന്താ മിണ്ടാതെ പോയത്? എന്ന് ഒരു ചരക്കിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓട്ടോ കയറി പോയില്ലേ? എന്ത് പോക്കാണ് സാർ അന്ന് പോയത്? കണ്ടാ മിണ്ടാതിരിക്കോ? പിന്നെ ഇറ്റാച്ചിയുടെ കാര്യം എന്തായി? ഇറ്റാച്ചി ഇറ്റാച്ചും അവിടെ കേട്ടോ വാങ്ങിച്ചെന്റെ കാശ് കൊടുക്കണോ? നിങ്ങൾ വാങ്ങിക്കാത്ത എന്റെ കുഴപ്പം കൊണ്ടാണ്. എവിടെ ചെന്ന് വാങ്ങിക്കാൻ? എന്താ സാർ അന്ന് തന്ന അഡ്രസ്സിൽ ഒരു ഡോക്ടറാണല്ലോ താമസിക്കുന്നത്. വീട് മാറിയ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലേ? ഇല്ല. അഡ്രസ് തരാം. ജോസേട്ടാ, ഒരു കാര്യം ആ അവിടെ നിൽക്ക്. ഉടനെ പുറകെ വലതു. ജോസേട്ടാ, ആ ഞാൻ പല പ്രാവശ്യം കാശും കൊണ്ട് അവിടെ വന്നതാ. ആ എന്താ കേറെന്നറിയോ? ആ. ദൈ കഴിവരണം അവിടെ ഉള്ളതുകൊണ്ടാ. എപ്പ കണ്ടാലും കാശ് വേണം, പണി വേണം. എന്തിനാ അവനെ കൂടെ താമസിപ്പിച്ചിരിക്കുന്നത്? എന്ത് ചെയ്യാനാ സാറേ? ഒരു കാര്യം ചെയ്യാം, ആ. നാളെ പൈസ കൊണ്ടുവരാം. പക്ഷെ ഒരു കാര്യം, യവൻ അവിടെ കാണരുത്. ഉം, ഉം, മനസ്സിലായല്ലോ? ഉം.
എന്താ പരശു, പണിയൊന്നും ആയില്ലേ? തനിക്ക് വല്ലതും ആയോ? ശരി സാർ, ഓക്കേ, ശരി സാർ. പറഞ്ഞ പോലെ. ഓക്കേ സാർ. ഓക്കേ. നാട്ടിലേക്ക് വരുന്ന കാര്യം ഒഴിച്ച് വേറെ എന്ത് കാര്യം വേണമെങ്കിലും സംസാരിക്കാം. ഞാൻ പറയുന്നത് ഒന്ന് വന്ന് 2 ദിവസം നിന്നിട്ട് പോകുന്നതിൽ എന്താണ് തകരാറെന്നാണ്. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് ദാസേട്ടന് മുമ്പ് തന്നെ അനുഭവപ്പെട്ടല്ലേ? ഇത്തവണ ഞാനാണ് വിളിക്കുന്നത്. അച്ഛനോടും അമ്മയോടും ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മണിക്കുട്ടി വരികയാണെങ്കിൽ അച്ഛൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ആരൊക്കെയത്? ഞാൻ അപ്പൂനെ കാത്തിരിക്കുകയായിരുന്നു. എന്താ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മറ്റേ കാര്യം. ഏത്? വരൂ. ഒരു സെക്കൻഡ്, ഇപ്പൊ വരാം. കാര്യങ്ങൾ സംസാരിച്ചൊരു തീരുമാനത്തിലെത്താമെന്ന് കരുതിയാണ് അമ്മണിക്കുട്ടിയെ വിളിപ്പിച്ചത്. അപ്പോഴുണ്ട് മാലതി കൂടെ വന്നിരിക്കുന്നു. മാഷ് ഇന്നലെ പറഞ്ഞില്ലേ അമ്മണിക്കുട്ടിയുടെ മനസ്സ് പിടികിട്ടുന്നില്ല എന്ന്? ആ. അതുകൊണ്ട് പെട്ടെന്നൊന്നും ചാടിക്കറി പറയാൻ നിൽക്കണ്ട. അതിന് വേറെ വഴിയുണ്ട്. അമ്മണിക്കുട്ടി ഒന്ന് ഒറ്റയ്ക്ക് കിട്ടിയാൽ മതിയായിരുന്നു. നാളെ ഒഴിവാണല്ലോ. അമ്മണിക്കുട്ടിയും കൂട്ടി ഒരു സൈറ്റ് സീയിങ് പോയാൽ എന്താണെന്ന് ആലോചിക്കുക. കൊള്ളാം, ഐഡിയ കൊള്ളാം. പക്ഷേ ഒറ്റയ്ക്ക് വന്നാൽ അമ്മണിക്കുട്ടിക്ക് അതൊരു ചീത്തപ്പേരാവൂല്ലേ? അതിന് വഴിയുണ്ട്. മാലതിയെ വിളിക്കാം. അപ്പോ ഇന്നത്തെ പോലെ തന്നെ ആവില്ല. ഞാനും വരാം. മാലതിയെ ഞാൻ മാനേജ് ചെയ്തോളാം. ദാസേട്ട, ഞങ്ങൾ പോട്ടെ. പിന്നെ അതായത് ഈ മാഷ് പറയായിരുന്നു നാളെ ഹോളിഡേ ആണല്ലോ, എല്ലാരും കൂടി ഒരു സൈറ്റ് സീയിങ്ങിന് പോയാലോ എന്ന്. ഓ യെസ്. മാലതിയും വരണം. അപ്പോ നാളെ ഞങ്ങള് ഹോസ്റ്റലിലേക്ക് വരാം. ഈ കവിതാ സമാഹാരം പിന്നെ തന്നപ്പോരെ? മതി. വരട്ടെ. ആ, ആ. മാഷിരിക്ക്. മാഷേ, ഇനി അങ്ങോട്ട് നമ്മൾ വെൽ പ്ലാൻഡ് ആയിരിക്കണം. മാഷിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അമ്മണിക്കുട്ടിയെ കല്യാണം കഴിക്കണം, അത്രല്ലേ ഉള്ളൂ. കഴിച്ചോ. ഇതിപ്പോ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിട്ടാണല്ലോ നടക്കാൻ പോകുന്നത്, മാതാപിതാക്കളുടെ സമ്മതമൊക്കെ ആയിട്ട്. അതെ. എന്നാൽ ഇതങ്ങനെ നടക്കില്ല. മാഷ് വിഷമിക്കണ്ട, ഞാൻ നടത്തി കൈ തരാം. പോരെ? ഇപ്പൊ മാഷ് വിളിച്ചിട്ട് ഒന്ന് നാട്ടിലേക്ക് വരാൻ പോലും അമ്മണിക്കൂടെ തയ്യാറല്ല. എന്താ കാര്യം? ഒരു മുറപ്പെണ്ണായതുകൊണ്ട് മാത്രം ഒരു പെണ്ണും അതിന് തയ്യാറായിക്കൊള്ളുന്നില്ല. അപ്പോ കഴിഞ്ഞതെല്ലാം പാടേ മറക്കുക. അമ്മിണിക്കുട്ടിയും മാഷും തമ്മിൽ ഒരു പുതിയ പ്രേമബന്ധം സ്ഥാപിച്ചെടുക്കുക. അങ്ങനെ സ്ഥാപിച്ചെടുത്താൽ മാഷ് വിളിക്കാതെ തന്നെ അവർ വരും. ഒരു കാമുകിയാവുമ്പോൾ മാത്രമേ വിരഹത്തിന്റെ വേദന എന്തെന്ന് അമ്മിണിക്കുട്ടിക്ക് മനസ്സിലാവൂ. ഞാൻ പറയുന്ന മാഷ് മനസ്സിലാവുന്നുണ്ടോ? ആ, അപ്പോ മാഷ് ആരെയാണ് പ്രേമിക്കേണ്ടത്? അമ്മണിക്കുട്ടിയെ അല്ല, മാലതിയെ. മാഷ് ഞെട്ടരുത്. ലോകമുണ്ടായ കാലം മുതൽ സ്ത്രീ അസൂയയുടെ നിറകുടമാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പേ. മനസ്സിലാക്കി തരാം. നാളെ നമ്മൾ പിക്നിക്കിന് പോകുന്നു. മാഷ് മനഃപൂർവ്വം മാലതിയുമായി അടുക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, അടുത്തിടപഴകുന്നു. അപ്പോൾ തന്റെ ബാല്യകാല കളിത്തോഴനായ ദാസേട്ടൻ തനിക്ക് നഷ്ടപ്പെടുകയാണോ എന്നോർത്ത് അമ്മിണിക്കുട്ടിയുടെ ആത്മാവ് പിടഞ്ഞുകൊണ്ടിരിക്കും. പിന്നീട് ഓരോ നിമിഷവും തന്റെ ദാസേട്ടന്റെ സൗഖ്യത്തിലേക്ക് ഓടിയണയാൻ അമ്മിണിക്കുട്ടിയുടെ മനസ്സ് വെമ്പൽ കൊള്ളും. അപ്പോൾ നമ്മൾ മാലതിയെ മെല്ലെ മെല്ലെ തഴയുന്നു, അമ്മിണിക്കുട്ടിയെ മെല്ലെ മെല്ലെ അടുപ്പിക്കുന്നു. You are really great, Mr. Apu. Really great. Thank you, Master.